So we were discussing about module 5, right? Module 5 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടാവല്ലോ? കുറേ പേരൊന്നും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കിട്ടിയൊരു 8 കാര്യങ്ങൾ റിവൈസ് ചെയ്ത് തരാം. മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ as per your KTU curriculum, you have 20% weightage for module 5 as well as for module 6. ബാക്കി എല്ലാ modules 15% ആണ് weightage. So this is very important. In module 5 and module 6, you have 20% weightage. That means 20 mark will come from these two modules, module 5 and module 6. So in module 5, we will discuss about design of springs. Okay. അതിൻ്റെ അത് തന്നെ മെയിനായിട്ട് 2 types springs ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹെലിക്കൽ സ്പ്രിംഗ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലീഫ് സ്പ്രിംഗ്. ഓക്കെ. 2 type സ്പ്രിങ്സ് ആണ് മെഷീൻ ഡിസൈനിൽ പഠിക്കാനുള്ളത്. അത് ഒന്നാമത്താണ് ഹെലിക്കൽ സ്പ്രിംഗ്, രണ്ടാമത്തത് ലീഫ് സ്പ്രിംഗ്. ഈ ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഇന്നും നാളെയുമായിട്ട് കവർ ചെയ്യും. ഹെലിക്കൽ സ്പ്രിംഗ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഓക്കെ. അപ്പോൾ അത് പറയാം. ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ അകത്ത് മെയിൻലി 3 ടൈപ്പ് പ്രോബ്ലം ആണ് വരിക. അതൊന്നാമത്തത് ഡയറക്റ്റ് പ്രോബ്ലം, ലോഡ് തന്നു ഇക്വേഷൻസ് എടുത്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ പ്രോബ്ലം. ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ പ്രോബ്ലം. ദിസ് സ്റ്റാറ്റിക് ലോഡിൻ്റെ പ്രോബ്ലം. പിന്നെ ഒന്ന് വരുന്നത് കോൺസെൻട്രിക് സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലം. കോൺസെൻട്രിക് സ്പ്രിംഗ്. ഇത്രയും കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ അത് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷൻ, ഷിയർ സ്ട്രെസ് എത്രയാണ്, മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് ദ വയർ ഡയമീറ്റർ. Okay. For that, equation is available in PSG data book, page number 7.100. Okay. PSG page 7.100. A shear stress equation ഉണ്ട്. Rho is equal to 8 times PC divided by pi d square into shear stress factor. Okay. അത് ടോ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ലോഡ് തന്നിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. കെ എസ് ഈസ് ഓൾസോ എ ഫാക്ടർ. അത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. 4c - 1 ഡിവൈഡഡ് ബൈ 4c - 4 പ്ലസ് 0.615 ഡിവൈഡഡ് ബൈ c. ഇതിൻ്റെ അകത്ത് ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം PSG ഡാറ്റ ബുക്കിൽ തന്നെ പേജ് നമ്പർ 7.105 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടേബിൾ കാണും. ഈ ടേബിളിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഡയമെൻഷൻസ്, അതായത് സ്പ്രിങ്ങിൻ്റെ വയർ ഡയമീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇതിൻ്റെ അകത്ത് ഉള്ളതാണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ തൊട്ടടുത്ത നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇറ്റ് ഈസ് ടേക്കിംഗ് D from table. ഓക്കെ. വയർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മീൻ ഡയമീറ്റർ ആണ്. യു ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് വിത്ത് ദ സ്പ്രിംഗ് ഇൻഡെക്സ്. സ്പ്രിംഗ് ഇൻഡെക്സ് ഈസ് C. ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. സോ യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ D. ഓക്കെ. അതിനുശേഷം നമ്മൾ പോവേണ്ടത് നമ്പർ ഓഫ് ടേൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്.
നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളുടെ ഡാറ്റാ ബുക്കിൽ നിന്നും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എടുക്കുക. പേജ് നമ്പർ 7.100. അതായത് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടാവും. y ഈസ് ഈക്വൽ ടു സം 8pc³ ഇൻറ്റു n ഡിവൈഡഡ് ബൈ g ഇൻറ്റു d. ഓക്കെ, ഇതിൻ്റെ അകത്ത് d നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ബാക്കി ഡയമെൻഷൻസ് ഒക്കെ അറിയാം. യു വിൽ ഗെറ്റ് n നമ്പർ ഓഫ് ടേൺസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അതിന് ക്വസ്റ്റ്യനിൽ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ യു അസ്യൂം വയർ ഈസ് സ്ക്വയേർഡ് ആൻഡ് ഗ്രൗണ്ട്. സ്ക്വയേർഡ് ആൻഡ് ഗ്രൗണ്ടിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡാറ്റാ ബുക്കിലുണ്ട്. ദാറ്റ് വിൽ ബി n+2. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടും. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് in this total number of turns we will denote using the symbol n dash. Next step is to find out the solid length of the spring. That will be n dash into d. After that, next step is to find out free length of the spring. That will be n dash into d plus deflection plus allowance. Allowance we will take 0.15 into deflection. Okay. Then last step is to find out pitch. Pitch is free length divided by n dash minus 1. Okay. കേൾക്കുന്നില്ലേ? ഇത്രയും കാര്യം പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കേസ് ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെതായിരുന്നു ക്ലാസ് പറഞ്ഞത്. ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ കേസിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഡാറ്റാ ബുക്കിൽ PSG ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 7.102 ഇത് അവൈലബിൾ ആണ്. You have to find out some tau mean and tau amplitude. The equation അതിനകത്തുണ്ട്. 8k into p mean into c divided by pi d square. Similarly in amplitude 8k p amplitude into c divided by pi d square. Okay, p mean എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് ആകുന്ന സമയത്ത് ഒരു മാക്സിമം ലോഡ് ക്വസ്റ്റ്യനിൽ തരും, ഒരു മിനിമം ലോഡും ക്വസ്റ്റ്യനിൽ തരും. അതിൻ്റെ അകത്ത് നിങ്ങൾ മീൻ ലോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ചെയ്ത അതേ ടെക്നിക്. ഓക്കെ, അതാണ് PM എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. PM ഈസ് p maximum plus p minimum divided by 2. Similarly, p amplitude is p maximum minus p minimum divided by 2. And substitute, you will get tau m and tau a in terms of d. d ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഡാറ്റാ ബുക്കിൽ അടുത്ത ഇക്വേഷൻ അതിന് തൊട്ട് താഴെയുള്ള ഇക്വേഷനിൽ കൊടുക്കുക. ദാറ്റ് ഈസ് 1/n ഈസ് ഈക്വൽ ടു tau mean minus tau yield divided by tau yield plus 2 tau amplitude divided by tau endurance. ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ പ്രോബ്ലം ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എൻഡ്യൂറൻസ് സ്ട്രെസ് തന്നിട്ടുണ്ടാവും. എൻഡ്യൂറൻസ് സ്ട്രെസ് തന്നിട്ടുള്ള എല്ലാ പ്രോബ്ലവും ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, n എന്ന് പറയുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. yield സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ സോൾവിങ് ദിസ് യു വിൽ ഗെറ്റ് d. Then all the remaining steps are similar to what we have discussed in case of static load. Okay, ഇനി ഒന്ന് വന്നത് നമ്മുടെ കോൺസെൻട്രിക് സ്പ്രിംഗ് ആയിരുന്നു. കോൺസെൻട്രിക് സ്പ്രിങ്ങിൻ്റെതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോൺസെൻട്രിക് സ്പ്രിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് ഉണ്ടാവും, അതിൻ്റെ ഇൻസൈഡ് തന്നെ വേറൊരു സ്പ്രിംഗും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് എസ് കോൺസെൻട്രിക് സ്പ്രിംഗ്. ഇൻ കോൺസെൻട്രിക് സ്പ്രിംഗ് നെറ്റ് ലോഡ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. But you have to find out the load taken by the each spring. For that we will split up
is P into P1 and P2. So our first headache is to find out P1 and P2. That is load taken by the individual springs P1 and P2. That find out here. We will equate both the shear stress. So we will get an equation P1 D1 divided by D1 cube is equal to D2 D2 by D2 cube. So ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get P1 and P2. ഇനി ഇത് കൊയാക്സിയൽ സ്പ്രിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ we have one more equation P1 by P2 is C by C minus 2 whole square. Okay, two equation, two unknown. You can find out P1 and P2. After that, step is similar to what we have discussed in static loading. Okay. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ട്വിസ്റ്റഡ് പ്രോബ്ലം വരുന്നത് ലോഡ് തരാത്ത കേസാണ്. അതായത് ലോഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറയില്ല. അതായത് ആ റെയിൽവേ കേരിയേജിൻ്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു റെയിൽവേ കേരിയേജ് അതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്നത് സ്പ്രിങ് വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സം വെലോസിറ്റി. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ടാവും. അത്രയും കാര്യം മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. For find outing that load, you just equate the kinetic energy of the railway wagon with the potential energy which is stored in the spring. That is half into P into that deflection. Okay. ഇതിനകത്ത് ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, മാസ് തന്നിട്ടുണ്ടാവും, വെലോസിറ്റി തന്നിട്ടുണ്ടാവും. You can find out load. Then proceed the same step. In static loading. ഇത്രയും ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഹെലിക്കൽ സ്പ്രിങ്ങിൽ സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. പറഞ്ഞു. ഹലോ. Yes, sir. So today we will go to the concept of leaf spring. Leaf spring എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലീഫ് സ്പ്രിങ് കണ്ടിട്ടുണ്ടോ? Yes, sir. എവിടെയാ? സോറി, ഹെവി വെഹിക്കിൾസിലെല്ലാം ബസ് അങ്ങനത്തെ അതെ 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 ഹെവി വെഹിക്കിൾസിൽ നമ്മൾ ഷോക്ക് അബ്സോർബറായിട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ് ലീഫ് സ്പ്രിങ്. ലീഫ് സ്പ്രിങ്. ഓക്കെ, ഇത് വെഹിക്കിൾസിൽ ഓട്ടോമൊബൈൽസിൽ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഈ ലീഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെയും നെയിംസ് ഉണ്ട് ലീഫ് സ്പ്രിങ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലാറ്റ് സ്പ്രിങ്, ഫ്ലാറ്റ് സ്പ്രിങ്, laminated spring. Flat spring എന്ന് പറയും, laminated spring എന്ന് പറയും. These are two other names. Semi elliptical spring എന്നും പറയാറുണ്ട്. Flat spring, laminated spring, semi elliptical spring. These all are leaf springs and it is most commonly used in automobile vehicles such as car, bus, etc. for shock absorbing, for taking load. Okay, and they are made of flat rolled steel plate, flat rolled steel plates, and they are arranged in a laminated fashion. Okay. Laminated fashion means the length is reducing as we move downwards. Okay, the first leaf will have the maximum length, then ഇതിനേക്കാൾ ലെങ്ത് കുറഞ്ഞിട്ട്. സോ ഈ ഒരു അറേഞ്ച്മെന്റിലാണ് നമ്മൾ ലീഫ് സ്പ്രിങ്ങിന് വെക്കുക. ഇറ്റ്സ് കോൾഡ് ആസ് ലാമിനേറ്റഡ് ഫാഷൻ. ദിസ് ഈസ് അനദർ പിക്ചോറിയൽ വ്യൂ ഓഫ് എ ലീഫ് സ്പ്രിങ്. So you can see from the figure itself the lengths are varying
the top, it is called as main leaf or master leaf. It will have maximum length. Sometimes this one or two leaf will have the same length of that of master leaf. Then length is reducing as we are moving downwards. There will be some eye to hold the spring through bolting at this end. That will be connected the master leaf. Similarly at here also, and here some U clips are there in order to hold this. This is the pictorial view of a leaf spring. So here you can see the eye. This is the eye that is connected to the main leaf, or main leaf will be somewhat in this fashion. And here we will make bolting arrangement to hold this, and U clips will be there. These two are the U clips. U clips are used to hold the leaf spring in a tightened position. Similarly, two rebound clips will be there. These two are rebound clips for holding this. A center bolt will be arranged at the center to make it very tight. And this distance, this vertical distance, is termed as camber. Okay. So this is the pictorial diagram of a leaf spring. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ ഏറ്റവും ടോപ്പിലുള്ള ലെയറിന് പറയുന്ന പേരാണ് മാസ്റ്റർ ലീഫ്. ദിസ് വൺ മാസ്റ്റർ ലീഫ്. പിന്നെ അതിന് താഴെയുള്ളതൊക്കെ അതിനേക്കാൾ ലെങ്ത് കുറഞ്ഞിട്ടുള്ളതായിരിക്കും. ഓക്കെ, when you go downward you can see that length is reducing. These all leaves are called as graduated leaf. Graduated leaf. Okay. ഈ മാസ്റ്റർ ലീഫിൻ്റെ അകത്തൊരു ഐ ഉണ്ടാവും ടു ഹോൾഡ് ദിസ്. ഇവിടെയാണ് നിങ്ങൾ ബോൾട്ട് ചെയ്തിട്ട് ഇത് ഉറപ്പിച്ച് വെക്കുക. ദെൻ യു ക്ലിപ്സ് ഉണ്ടാവും ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില ഹെവി വെഹിക്കിൾസിൻ്റെ അകത്ത് ഈ മാസ്റ്റർ ലീഫ് തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് കൂടുതൽ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മാസ്റ്റർ ലീഫ് ഇതേ ലെങ്ത്തിലുള്ളത് തന്നെ രണ്ടോ മൂന്നോ എണ്ണം വെച്ചതിന് ശേഷം ദെൻ we will fix graduated leaf. Such kind of arrangement also there. Now we can move to analysis of leaf spring. Analysis of leaf spring. ഡാറ്റ ബുക്ക് കയ്യിലുണ്ടോ? Yes, sir. ലീഫ് സ്പ്രിങ്ങിന്റെ അനാലിസിസിലൂടെയാണ് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാമിനേറ്റഡ് സ്ട്രക്ചറിലേക്ക് വെക്കുന്നത്, എങ്ങനെയാണ് ആ ഷേപ്പിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്നത്. സോ അനാലിസിസ് നമ്മൾ പോകുമ്പോൾ ഒരു കാൻഡിലിവറിന്റെ സ്ട്രെസ് അനാലിസിസിനെ ബേസ് ചെയ്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈ യു ആർ മേക്കിംഗ് ഇറ്റ് ആസ് എ ലീഫ് സ്പ്രിങ് അറേഞ്ച്മെന്റ് അതിൻ്റെ അകത്തേക്ക് എത്തുകയാണ് ചെയ്യുക. ശരിക്കും ലീഫ് സ്പ്രിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലാറ്ററൽ വൈബ്രേഷനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്പ്രിങ് ഹെലിക്കൽ സ്പ്രിങ് ആണെങ്കിൽ വൈബ്രേഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ലീഫ് സ്പ്രിങ് വാട്ട് വി ആർ ടേക്കിംഗ് ഈസ് ഓഫ് ലാറ്ററൽ വൈബ്രേഷൻ. ലാറ്ററൽ വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കണ്ടിട്ടില്ലേ, സ്വിം ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്ലറ്റ് വന്നിട്ട് ഇന്നൊരു ഡിവൈസിന്റെ മുകളിൽ അത് എന്നിട്ട് ചാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ശരിക്കും ആ ഒരു പ്രിൻസിപ്പിളാണ് ലീവ് സ്പ്രിങ്ങിൻ്റെ അകത്ത് വരുന്നത്. സോ ഇറ്റ് വിൽ വൈബ്രേറ്റ് ഇൻ ദിസ് മാനർ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ കാൻഡിലിവർ. സോ ആ ഒരു വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ലീവ് സ്പ്രിങ്ങിൻ്റെ അകത്തേക്ക് വരുന്നത്. ഗേൾസിന് ഇവിടെ വരുന്നു, ആളിവിടെ നിൽക്കും, ആൻഡ് ഹി വിൽ ജമ്പിങ്. സോ you will get a lateral vibration. Okay, it is just somewhat similar to a cantilever. So in analysis of leaf spring, it is similar to analysis of a cantilever beam. കാൻറ്റിലിവർ ബീമിൻ്റെ സ്ട്രെസ് അനാലിസിസിന് സിമിലർ ആണ്. കാൻറ്റിലിവർ ബീമിലേക്ക് പോകും. കാൻറ്റിലിവർ ബീം എന്തായിരുന്നു? വൺ എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് കാൻറ്റിലിവർ. ഓക്കെ, സോ ദിസ് ഈസ് എ കാൻറ്റിലിവർ. ഓക്കെ, യു കൺസിഡർ it be a cantilever beam having length L, width B and thickness D. Okay, it is fixed here. Fixed ആണ്. I am giving a load in this direction. Okay, let the load be P. ഇവിടെ മാക്സിമം സ്ട്രെസ് എത്ര വരും? സ്ട്രെസ് എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്? ബെൻഡിങ് ഉണ്ടായിരിക്കും അല്ലേ? ബെൻഡിങ് വിൽ ഇൻഡ്യൂസ് സ്ട്രെസ് ഹിയർ. സോ ദ ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് പി ഇൻറ്റു എൽ ആയിരിക്കും the bending moment. So from this bending moment, we can find out bending stress using the equation m by I is equal to sigma by y. Okay, so sigma will be m by I into y. So sigma എന്ത് വരും? m by I വേണം. I ഇവിടെ എത്ര വരും? Of inertia. It is deflecting like this. So based on this axis, it will bending. That means the moment of inertia will become dt cube divided by 12. Okay, and y we need that y will be half of the thickness, that is d by 2. Okay, so sigma will become 6 m divided by bt square. Okay, now I am replacing this m with p into L, so that sigma will become 6pl divided by bt square. So this is the maximum stress inducing in the cantilever. Okay, that is sigma max is equal to 6pl divided by bt square. Now we can go to the deflection, that is y max. കാൻറ്റിലിവറിന്റെ കേസിൽ മാക്സിമം ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ലോഡ് എൻഡിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കേൾക്കുന്നില്ലേ? Hello, am I audible? Yes, sir.
ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ SML പഠിച്ചിട്ടില്ലേ? ദറ്റ് ഈസ് WL3/3EI. ഓർമ്മയുണ്ടോ? ഹിയർ ലോഡ് P ആണ്. സോ മാക്സിമം ഡിഫ്ലക്ഷൻ വിൽ ബിക്കം PL3/3EI. ഓക്കെ, ഞാൻ ഐക്ക് വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദറ്റ് ഈസ് PL3/3E ഇൻറ്റു I will become PT3/12. So this 12 will go numerator and finally it will become 4PL3/EBT3. That is maximum deflection. Ymax is 4PL3/EBT3. Okay. This is the maximum deflection in case of a cantilever. So we got the equation for maximum deflection, that is 4PL3/EBT3, and the equation for maximum stress, that is 6PL/BT square. Okay. So നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, our aim is to reduce the stress. നമുക്ക് ലീവ് സ്പ്രിങ്ങിൻ്റെ അകത്ത് വരുന്ന സ്ട്രെസ് റെഡ്യൂസ് ചെയ്യണം അല്ലേ? ശരിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ലാമിനേറ്റഡ് ആക്കി വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്. സോ അവർ എയിം ഈസ് ടു മിനിമൈസ് ദിസ് മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, ആൻഡ് വി ഹാവ് ടു distribute this maximum stress in a uniform fashion. It is uniform distribution of stress. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇതാണ് നമ്മുടെ ആക്ച്വൽ എയിം. ഓക്കെ, അപ്പോൾ ലീവ് സ്പ്രിങ്ങിൻ്റെ അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാൻഡിലിവറിന് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം സ്ട്രെസ് എത്ര വരുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ മാക്സിമം ഡിഫ്ലക്ഷൻ അതിൻ്റെ എത്ര എടുക്കാന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെസ് കിട്ടി, ദാറ്റ് ഈസ് 6PL/BT², ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ ഓൾസോ വി ഗോട്ട്, ദാറ്റ് ഈസ് 4PL3/EBT3. ദെൻ അവർ എയിം ഈസ് വി ഹാവ് ടു റെഡ്യൂസ് ദ സ്ട്രെസ്. ഈ സ്ട്രെസ് കിട്ടിയ മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകണം. സിമിലർലി ഈ മാക്സിമം സ്ട്രെസ് എവിടെ ഉണ്ടാവുക? ദാറ്റ് വിൽ ബി ഈ ഒരു എൻഡിലായിരിക്കും അല്ലേ? കാരണം ഇവിടെയാണ് മൊമെന്റ് മാക്സിമം വരുന്നത് അല്ലേ? മൊമെന്റ് കാരണമാണ് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുന്നത്. സോ ലെങ്ത് ഇവിടെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക ഈ സ്ട്രെസ്. അതിനെ നമുക്ക് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സിമിലർലി ഈ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണം. ഈ രണ്ട് എയിമാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, leaf spring is not like a cantilever. Actually, it is like a simply supported beam, right? Here is support under. Here is support under. It is just like a simply supported beam. But we have in the analysis we have taken it is a cantilever. So the reason എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത വരാൻ പോകുന്നത്. So you consider a simply supported beam having length 2L and a load 2W. It is acting here. Okay, simply supported എന്ന് പറയുമ്പോൾ രണ്ട് റിയാക്ഷൻ ഉണ്ടാവും. ടോട്ടൽ P ആയിരിക്കും. 2P is acting. So we know the reaction will be P here, P here. Okay, ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് അതും ബെൻഡിങ് കൊണ്ടാണ്. സിഗ്മ മാക്സ് എത്രയായിരിക്കും? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്, M/I/Y ഉണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് സെൻറ്ററിലായിരിക്കും വരും അല്ലേ? എൻഡിൽ 0 ആണ്, സെൻറ്ററിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. സോ ദാറ്റ് വാല്യൂ, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് L ആണ്, ഈ ഡിസ്റ്റൻസ് L ആണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി P into L divided by
I നമുക്കറിയാം, that is BT³/12 ആണ്. And y എന്താ? ക്രോസ് സെക്ഷൻ thickness with BO will be T/2. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 12 ന്യൂമറേറ്ററിൽ പോവും, 2 ഉണ്ടാവും, അത് കട്ടാവും. സോ യു വിൽ ഗെറ്റ് 6PL ഡിവൈഡഡ് ബൈ BT². ഇങ്ങനെയല്ലേ വരിക? 6PL/BT². ഓക്കെ, ഇതിൻ്റെ തന്നെ നമ്മൾ ഡിഫ്ലക്ഷനിലേക്ക് പോവുകയാണെന്ന് കരുതിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ, അതിൻ്റെ ഇക്വേഷനും നിങ്ങൾ SMൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? കാൻഡിലിവറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു WL³/3EI ആണ്. അത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ എത്രയാണ് വരിക എന്ന് ഓർമ്മയുണ്ടോ? ആരും ഇല്ലേ? ഉറങ്ങിപ്പോയോ എല്ലാവരും? ഇല്ല സർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതിനും ഉണ്ട്. ദാറ്റ് ഈസ് ദ ലോഡ് WL³/48EI ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ ഇക്വേഷൻ WL³/48EI ആണ്. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 2P ആണ്. സോ 2P ഇൻറ്റു ലെങ്ത് ആക്ട് ചെയ്യുന്ന എത്രയാ? 2L ആണ്. സോ 2L² divided by 48 is the I similar BT³ divided by 12. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2P ഉണ്ട്, 2L³ 8L³ ആവും, divided by 48T BT² BT³ then 12 മുകളിൽ പോകും. അപ്പോൾ എന്ത് വരും? This will be maximum deflection. Clear? നമുക്കിവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ മാക്സിമം സ്ട്രെസ് വന്നത് PL/BT² ആണ്. PL/BT² ആണ്. ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ വന്നത് 4PL³/BT³ ആണ്. കാൻഡിലിവറിന്റെ കേസിലും ഇതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. മാക്സിമം സ്ട്രെസ് ഈസ് 6PL/BT² and maximum deflection is 4PL³/EBT³. രണ്ട് ഇക്വേഷനും സെയിം ആയിട്ടാണ് വന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ കാൻഡിലിവർ എടുത്ത് അനലൈസ് ചെയ്തപ്പോഴും സെയിം മാക്സിമം സ്ട്രെസ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടി. സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഏത് സിംപ്ലി സപ്പോർട്ടഡ് ബീം? ഹാവിംഗ് ലെങ്ത് twice as that of cantilever and load acting twice as that of cantilever. ആ കേസിൽ മാക്സിമം ഡിഫ്ലക്ഷനും മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സും സെയിം വാല്യൂ വന്നു, വിച്ച് മീൻസ് വി ക്യാൻ അസ്യൂം എ സിംപ്ലി സപ്പോർട്ടഡ് ബീം is equivalent to a double cantilever. എന്ന് അസ്യൂം ചെയ്യാം. സോ അതുകൊണ്ടാണ് നമ്മൾ കാൻറ്റിലിവറിന്റെ അസംഷൻ എടുത്തിട്ട് ലീവ് സ്പ്രിങ്ങിന്റെ അനാലിസിലേക്ക് വന്നത്, ഈവൻ ദോ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടിംഗ് ബീം കണ്ടീഷൻ. ഓക്കെ, വി ഹാവ് അസ്യൂംഡ് ഇറ്റ് ആസ് എ ഡബിൾ കാൻറ്റിലിവർ. ഓക്കെ,
ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം സ്ട്രെസ് കിട്ടിയത് ഇറ്റ് ഈസ് 6PL ഡിവൈഡഡ് ബൈ BT² ആയിരുന്നു. സിമിലർലി മാക്സിമം ഡിഫ്ലക്ഷൻ വന്നത് 4PL³ ഡിവൈഡഡ് ബൈ BT³ ആയിരുന്നു. ഇത്രയും ഓക്കെ. ഇനി നമ്മുടെ എയിം നമ്മൾ പറഞ്ഞത് ഒന്ന്, ഈ മാക്സിമം സ്ട്രെസ്സിനെ വി ഹാവ് ടു റെഡ്യൂസ്, മാക്സിമം സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ആദ്യം എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഹാവ് ഡൺ ഈസ്, ദിസ് ഇസ് ദ കാന്റിലിവർ ബീം. വി വിൽ മേക്ക് ദിസ് കാന്റിലിവർ ബീം ഇൻടു നമ്പർ ഓഫ് പീസസ്, സ്മോൾ പീസസ് ആക്കി മാറ്റും. പീസസ് ആക്കി മാറ്റുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ultimately the stress induction will reduce by a factor 1/n. ഓക്കെ, ഞാനിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് 6PL ഡിവൈഡഡ് ബൈ NBT². എന്നാണ് എത്ര പീസ് ആക്കി എന്നുള്ളതാണ്. ഓക്കെ, സിമിലർലി ഡിഫ്ലക്ഷൻ ഓൾസോ ചേഞ്ചസ്. Ymax will become 4PL³ divided by ENBT³. ഇത്രയായി മാറും. ഓക്കെ, ദാറ്റ് ഈസ് മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്. മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് will be reduced by n times. Okay, similarly maximum deflection also changes. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ എയിം കഴിഞ്ഞു. ദാറ്റ് ഈസ് മാക്സിമം സ്ട്രെസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് വി ഹാവ് ടു റെഡ്യൂസ്. അത് നമ്മൾ ചെയ്തു. നമ്മളിതിനെ സ്മോൾ പീസസ് ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ഈ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത നമ്മുടെ രണ്ടാമത്തെ എയിം എന്താ? വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് യൂണിഫോമലി. അപ്പോൾ അതിനെന്ത് ചെയ്യാന്നുള്ളതാണ് പിന്നെ നോക്കണം. വീണ്ടും സ്ട്രെസ്സിന്റെ ഇക്വേഷനിലേക്ക് വന്നു. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു 6PL ഡിവൈഡഡ് ബൈ NBT² ആയിരുന്നു. ഇതിൻ്റെ അകത്ത് 6ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റന്റ് ആണ്. പിന്നെ P എന്ന് പറയുന്നത് എത്ര ലോഡ് ആക്ട് ചെയ്യുന്നു, ദാറ്റ് ഓൾസോ നോട്ട് ഇൻ അവർ കൺട്രോൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ലീഫിന്റെ ലെങ്ത് ആണ്. N എത്ര പീസാക്കി, T തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് മാറും, പക്ഷേ അത് ശരിയാവില്ല. പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി യൂണിഫോം ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിട്ടാണ് P. ഇവനെ പിടിക്കുക. ഈ വിട്ടിനെ നമ്മളൊരു വേരിയിങ് രീതിയിലേക്ക് ഉള്ള ഷേപ്പിലേക്ക് മാറ്റുന്നതാണെങ്കിൽ ഇതിനെ ആ രീതിയിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ വിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏത് ഷേപ്പിലേക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ വിട്ട് മാറുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ വിട്ട് മാറില്ലല്ലോ, കോൺസ്റ്റന്റ് ആണ്, ഈ ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് മാറ്റുന്നതാണെങ്കിൽ ഈ വിട്ടിനെ നമുക്ക് വേരി ചെയ്യും. അങ്ങനെയുള്ളൊരു ഷേപ്പ് ഏതാ ജിയോമെട്രിയിലെ?
ഇങ്ങനെ ട്രയാങ്കുലാർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിവരിക്കാൻ പറ്റില്ലേ? ഇവിടെ ഇതാണ് ബി എങ്കിൽ ഇവിടെ വിഡ്ത്ത് 0 ആണ്. വിഡ്ത്ത് വേരി ചെയ്ത് മാക്സിമത്തിലേക്ക് വരുമല്ലേ ചെയ്യുന്നത്. So if we are using a triangular shape, we can perform the task. Okay. If it is arranged in a triangular fashion, okay, 0, B, then the distribution can be done. Triangular shape എന്ന് വെച്ച് കഴിഞ്ഞാൽ thickness ഉണ്ടാകും. ഈ ഒരു ഷേപ്പിലേക്ക് അറേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ stress will be somewhat uniformly distributed. യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഇതിനെ ട്രയാങ്കുലർ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുവാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ n പീസസ് ആക്കി മാറ്റുക. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ we can reduce the stress as well as the stress distribution also happen. So for that, what we will do is we will make a triangular section. And this will be cut into pieces. Okay. So, this is the first piece. This is second piece. This is third piece. നമ്മൾ ഏകദേശം ലീവ് സ്പ്രിങ്ങിന്റെ ഷേപ്പിലേക്ക് വന്നു. Okay. That is, this one is taken as the master leaf. Okay. Then അതിന്റെ താഴെ the second one will, this shape will be placed. അതിന്റെ താഴെ this third one is placed. Okay. Okay, ഏകദേശം ലീവ് സ്പ്രിങ്ങിന്റെ ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് വരാൻ പറ്റും. That is first one. This second one is placed. Third one is placed. ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ പോസിബിൾ as well as stress reduction is also possible. നമ്മൾ ഈ ട്രയാങ്കുലർ സെക്ഷൻ എടുക്കുന്ന കേസിൽ വീണ്ടും സ്ട്രെസ്സിന്റെ ഇക്വേഷനിലേക്ക് വരുക. സിഗ്മ is 6PL divided by NBD square. Why we have PL cube divided by 2EI. ഇതാണ് ട്രയാങ്കുലർ സെക്ഷന്റെ കേസിലെ ഇക്വേഷൻ. ഡിഫ്ലക്ഷന്റെ PL cube divided by 2EI. ഇതിൻ്റെ അകത്ത് നമ്മൾ ഐക്ക് വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. PL cube divided by 2E into BT cube divided by 12. So it will become 12. ന്യൂമറേറ്ററിൽ പോകും, 2 കട്ട് ആവും. It will become 6PL cube divided by NEBT cube വരും. Okay. That is, sigma is equal to 6PL divided by NBT cube, and y is equal to
6PL cube divided by NEBT. നിങ്ങളെ PSG ഡാറ്റാ ബുക്കിലെ പേജ് നമ്പർ 7.104 ഒന്ന് എടുക്കാവോ? പേജ് നമ്പർ 7.104 എടുത്തോ? പോയോ എല്ലാവരും? ഇല്ല സർ. പേജ് ഒന്ന് എടുക്കും. 7.104 എടുത്തോ? അതിൽ ഫസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടോ? സിഗ്മ ബിയും വൈയും. നമ്മളിപ്പോ എഴുതിയേക്കുന്ന ഇക്വേഷൻ ആണ്. ഈ 6PL/NB/T ക്യൂബ് y is equal to 6. അതിന്റെ മുകളിൽ എന്താ എഴുതിയേക്കുന്നേ? ട്രീറ്റിംഗ് ദ സ്പ്രിംഗ് ആസ് കാന്റിലിവർ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് കണ്ടോ? ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കേസ്. ലീഫ് സ്പ്രിങ്ങിന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ് വരിക. അതിന്റെ ഇക്വേഷൻ ആണ് ഡാറ്റാ ബുക്കിന്റെ അകത്ത് പേജ് നമ്പർ 7.104 അകത്ത് കൊടുത്തേക്കുന്നത്. 6PL divided by NBT cube and y is equal to 6PL cube divided by NEBT cube. Treating the spring as a cantilever beam of uniform strength. ഓക്കെ, ഒന്ന് പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന് പറയാം. അപ്പൊ നമ്മൾ ട്രയാങ്കുലർ സെക്ഷനാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ട്രയാങ്കുലർ സെക്ഷൻ വെച്ചു. ട്രയാങ്കുലർ സെക്ഷൻ വെച്ച് കഴിഞ്ഞ സമയത്ത് അതിനെ n പീസസ് ആക്കി വെച്ച സമയത്ത് നമുക്ക് സ്ട്രെസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നും പറഞ്ഞു. സ്ട്രെസ് മിനിമം ആകുമെന്നും പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വരും. നമ്മൾ ഈ ട്രയാങ്കുലർ സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ട്രയാങ്കുലർ സെക്ഷൻ. ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്. ഈ ഷാർപ്പ് എഡ്ജ് ഇവിടെ എന്താ? മെറ്റീരിയൽ ലെസ് ആണ്. മെറ്റീരിയൽ ഈസ് ലെസ്. സോ ഈ മെറ്റീരിയൽ ലെസ് ആകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ട്രയാങ്കുലർ സെക്ഷന്റെ ഇവിടെ മെറ്റീരിയൽ ലെസ് ആയതുകൊണ്ട് ഷിയർ ഫെയിലിയർ ആണ് അവിടെ നടക്കുക. ഷിയർ ഫെയിലിയർ കാരണം ഇത് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമിലർ ഡയമെൻഷനുള്ള ഒന്നിൽ കൂടുതൽ ലീഫ് നമ്മളിത് ക്ലബ് ചെയ്ത് വെക്കും. ഓക്കെ, അതായത് ഫുൾ ലെങ്ത് ലീഫ് കുറെ നമ്പർ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലബ് ചെയ്ത് വെച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്ത് പ്രശ്നം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് മൊത്തം പ്രശ്നമാവും. കാരണം അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിട്ട് കിട്ടത്തില്ല. യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടില്ല. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്താകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ, അതായത് ഫുൾ ലെങ്ത് ലീഫിൻ്റെ അകത്ത്, ഫുൾ ലെങ്ത് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ മാസ്റ്റർ ലീഫിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഏറ്റവും മുകളിലുള്ളതിനാണ് നമ്മൾ ഫുൾ ലെങ്ത് ലീഫ്. പിന്നെ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് ലീഫിന്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുവാണെന്ന് പറഞ്ഞു. ഐഡിയ കിട്ടുന്നില്ലേ പറയുന്നേ? അപ്പൊ ഈ ഫുൾ ലെങ്ത് ലീഫിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കൂടുതൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യും. എക്സാക്ട്ലി ഇറ്റ് വിൽ ബി 50% സ്ട്രെസ് more than that of graduated leaf.
ഗ്രാജുവേറ്റഡ് ലീഫിൽ ഉള്ളതിനേക്കാൾ 50% കൂടുതലായിരിക്കും. ഗ്രാജുവേറ്റ്, അതായത് ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത് ലീഫ്, അതിന് താഴെയുള്ളതാണ് ഗ്രാജുവേറ്റഡ് ലീവ്സ്. ഈ ഫുൾ ലെങ്ത് ലീഫ് തന്നെ 2 എണ്ണം വെച്ച് ഇങ്ങനെ ഗ്രാജുവേറ്റഡ് ആകുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാജുവേറ്റഡ് ലീഫിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിനേക്കാൾ 50% കൂടുതലായിരിക്കും ഈ ഫുൾ ലെങ്ത് ലീഫിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്. ദാറ്റ് മീൻസ് ദ സ്ട്രെസ് ആക്ടിങ് ഓൺ ദിസ് ഫുൾ ലെങ്ത് ലീഫ് ആൻഡ് ഗ്രാജുവേറ്റഡ് ലീഫ് ആർ ഡിഫറent. Stress acting on full length leaf and graduated leaf are different stress ആയിട്ട് മാറും. അത് ആക്ച്വലി എത്രയായിരിക്കും? ഫുൾ ലെങ്ത് വിൽ ബി, സ്ട്രെസ് ആക്ടിങ് ഓൺ ഫുൾ ലെങ്ത് leaf will be 50% more than stress acting on graduated leaf. Okay, അതായത് ഗ്രാജുവേറ്റഡ് ലീഫിൻ്റെ അകത്ത് ഒരു 6 Newton per millimeter square ആണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഫുൾ ലെങ്തിൻ്റെ അകത്ത് എത്ര വരും? 6 × 1.5 9 Newton per mm² ആയിട്ട് വരും. അതായത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വീണ്ടും യൂണിഫോം അല്ലാതെ വരും എന്നർത്ഥം. അതാണ് നമ്മളുടെ കേസ് 2. കേസ് 2 എന്നൊക്കെ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ആക്ച്വലി ഇത് കേസ് 1 കേസ് 2 ഒന്നും ഇല്ല. അത് പേജ് നമ്പർ 7.104 നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷന് തൊട്ട് താഴെ സെറ്റ് ഓഫ് ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. സിഗ്മ ബി ജി, സിഗ്മ ബി ഇ കണ്ടോ? Yes, sir. അതായത് സിഗ്മ എഫ് എന്ന് എടുക്കും. ദിസ് ഇസ് 18 PL divided by BT square into 3NF plus 2NG. Sigma on graduated leaf is equal to 12 PL divided by BT square 3NF plus 2NG. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കണ്ടോ? ചിലപ്പം സിഗ്മ എഫ് സിഗ്മ ജി എന്നായിരിക്കില്ല, സിഗ്മ ബി ജി സിഗ്മ ബി ഇ എന്നായിരിക്കും ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇക്വേഷൻ കണ്ടോ? 18 PL 12 PL. Yes, sir. Yes, sir. That means the sigma f is stress acting on full length leaf and sigma g is stress acting on graduated leaf. And ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് വന്നു. എക്സാക്ട്ലി 50% കൂടുതലാണ് അല്ലേ? 12 × 1.5 അല്ല 18 വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്പർ ഓഫ്, അതായത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കേണ്ടത് ഈ നമ്പർ ഓഫ് ലീഫിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് കേസിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഇനി ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെ തരുന്നു, നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീഫ് ഇത്രയാണ്. നമ്പർ ഓഫ്, അതായത് സ്പെസിഫൈ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീഫ് ഇത്ര എണ്ണം ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് 10 ആണ്. അതിനകത്ത് നമ്പർ ഓഫ് ഫുൾ ലെങ്ത് ലീഫ് എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീഫ് 8 ആണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, തന്നിട്ടില്ല എങ്കിൽ ഫസ്റ്റ് കേസിൻ്റെ അകത്തേക്ക് പോയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഏത് കേസാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. NF NG. NF is number of full length leaf, NG is number of graduated leaf. ഇത് സ്പെസിഫൈ ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദിസ് കേസ്. അതർവൈസ് ടേക്ക് ദ സെക്കൻഡ് വൺ, ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഒരു y ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് തൊട്ട് താഴെ തന്നെ. y is 12PL³ divided by BT³ into 3 number of full length leaf plus 2 number of graduated leaf.
ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. പ്രോബ്ലം ചെയ്യാൻ ഈ തിയറിയുടെ ആവശ്യമില്ല, ഇക്വേഷൻ എടുത്ത് കൊടുക്കാനേ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്ട്രെസ് ഡിഫറൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഫുൾ ലെങ്ത് ലീഫിൻ്റെ അകത്തുള്ളതും ഗ്രാജുവേറ്റഡ് ലീഫിൻ്റെ അകത്തുള്ളതുമായ സ്ട്രെസ് ഡിഫറൻ്റ് ആണ്. ഫുൾ ലെങ്ത്തിൻ്റെ അകത്ത് ഗ്രാജുവേറ്റിനേക്കാൾ 1.5 ടൈംസ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. നമുക്ക് സ്ട്രെസ് യൂണിഫോം ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ സ്ട്രെസ്സിനെ നമുക്ക് റിലീവ് ചെയ്യണം. സ്ട്രെസ്സിനെ റിലീവ് ചെയ്യണം. അതിനെന്ത് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി. അത് സാധാരണ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഫോർ റിലീവിങ് ദ excess amount of stress in the full length leaf, we will use a technique, and that is called as nipping. Okay, that stress ine യൂണിഫോം ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 5 മാർക്കിനൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ വാട്ട് വി വിൽ ഡു ഈസ്, in this full length leaf, we will give an initial curvature. കൊടുക്കും. ഒരു ലോഡ് ആക്ട് ചെയ്തിട്ട് ഫുൾ ലെങ്ത് ലീഫ് ഇങ്ങനെ ഉള്ളത് എങ്കിൽ ഒരു പ്രീ ടെൻഷൻ കൊടുത്തിട്ട് ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് കർവേച്ചറിലേക്ക് കൊണ്ടുവരും. ദെൻ അത് നിങ്ങൾ ഈ ബോൾട്ടിങ് ആദ്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ബോൾട്ടിങ്ങിൻ്റെ അവിടെ ഒരു ഇനീഷ്യൽ ടെൻഷൻ കൊടുത്താൽ മതി. ദെൻ വെൻ ദ ലോഡ് ഈസ് ആക്ടിങ്, വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദിസ് റിയാക്ഷൻ വിൽ ബി ദർ ആൻഡ് ഇറ്റ് വിൽ ഗിവ് സം അപ്വേർഡ് ലോഡ് ആൻഡ് ദിസ് വിൽ മൂവ് അപ്വേർഡ് ആൻഡ് ദ സ്ട്രെസ് ഇൻ ദ full length leaf will be released. Stress in full length leaf will get released. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇനീഷ്യൽ കർവേച്ചർ കൊടുത്ത് അതിനൊന്ന് ടൈറ്റ് ആക്കി വെക്കും. പിന്നെ ലോഡ് വരുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ ആ സ്ട്രെസ്സിനെ റിലീവ് ആക്കി വെക്കും. സോ ആ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് നിപ്പിംഗ്. ഇതിൻ്റെ അകത്ത് ഈ ഫുൾ ലെങ്ത് ലീഫും ഗ്രാജുവേറ്റഡ് ലീഫും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് നിപ്പ്. ചിലപ്പോഴൊക്കെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിപ്പിംഗ്, നിപ്പ് എന്താണെന്നൊക്കെ ഓർത്ത് വെച്ചാൽ. ഇതിൻ്റെ അകത്ത് ലെങ്തിൻ്റെ 1-2 1-2 റിലേഷൻ നിങ്ങൾ ഓർമ്മിക്കണം. ഈ നിപ്പിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഗ്യാപ്പിനെ നിപ്പ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. നിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സി ആണ് നിപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2pl³ divided by EnBT³. ഓക്കെ, ദെൻ നിങ്ങൾ കൊടുക്കേണ്ട ഇനീഷ്യൽ ലോഡ് ഫോർ നിപ്പിംഗ് ദാറ്റ് ഈസ് 2PNENG divided by n into 2NG plus 3NE. Then after nipping, the stress will be uniform. That is stress acting on graduated leaf and full length leaf will be same. That is നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ 6PL divided by NBT². ഈ നിപ്പിൻ്റെയും ഇനീഷ്യൽ ലോഡിൻ്റെയും ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ ഉണ്ടോ? പഴയ എഡിഷൻ്റെ അകത്തില്ല, പുതിയ എഡിഷൻ്റെ അകത്ത് ഉണ്ടോ എന്നൊന്ന് നോക്കാം.
7.104 സർ അതിനകത്തുണ്ടോ ടിപ്പിന്റെ സർ ആരെങ്കിലും നോക്കി പറയാവോ? സർ ഉണ്ട്. ഓക്കെ. ആ ഇനീഷ്യൽ ടെൻഷൻ്റെ ഉണ്ടോ? UPNENG divided by ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇനീഷ്യൽ ടെൻഷൻ ഡാറ്റ ബുക്കിലുണ്ടോ? സർ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഏതാ നിങ്ങളുടെ PSG തന്നെ അല്ലേ ഡാറ്റ ബുക്ക്? അതെ സർ. ആ ഓക്കെ. പുതിയ എഡിഷൻ്റെ അകത്തുണ്ട്. എൻ്റെത് പഴയ എഡിഷനാണ്. എൻ്റെ ഡാറ്റ ബുക്കിൻ്റെ അകത്ത് ഈ രണ്ട് ഇക്വേഷനും ഉണ്ടായിരുന്നില്ല ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ഒന്ന് രണ്ട് റിലേഷൻ കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ് തീരെ പരിപാടി. So we have length of the leaf spring. It is called as effective length. Effective length of leaf spring. That is 2L1 minus L. അത് L എന്ന് പറയുന്നത് width of the band ആണ്. അതായത് ആ യു ബോൾട്ട് ഇടുന്നുണ്ടല്ലോ അതിൻ്റെ width of band എന്ന് പറയും. ഇതാണ് ഒരു ഇക്വേഷൻ. Length of leaf spring find out ചെയ്യാം. വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. That is 2L1 minus 2/3 into L. യു ബോൾട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് effective length of the leaf spring 2L1 minus L. L എന്ന് പറയുന്നത് width of the band ആണ്. Or it is 2L1 minus 2/3 into L. Length of the smallest leaf in the length. That is effective length divided by n minus 1 plus ineffective length. n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ലീഫ് ഉണ്ട് എന്നുള്ളത്. സോ ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് ലീഫ് വിൽ ബി effective length divided by n minus 1 plus ineffective length. Then length of ഒരുപാട് ലീഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ലീഫിൻ്റെയും ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം ഇത് വെച്ചിട്ട് സ്മോളസ്റ്റ് ലീഫ് കിട്ടി. സ്മോളസ്റ്റ് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിലുള്ള ലീഫായിരിക്കും അല്ലേ. ഇങ്ങനെ വെച്ചു ദിസ് വൺ ലെങ്ത് ഓഫ് ദ സ്മോളസ്റ്റ് ലീഫ് കിട്ടി. ഇനി അതിന് തൊട്ടടുത്ത ലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ that is length of next leaf. Equation ഉണ്ട്. That is effective length divided by n minus 1 into 2 plus ineffective length. മുകളിലോട്ടൊക്കെ പോകുന്നതിനനുസരിച്ച് ലെങ്ത് ഇൻക്രീസ് വരുവാണല്ലോ ചെയ്യുക. എഫക്റ്റീവ്. ഓക്കെ, അടുത്തത് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ലീഫിന്റെ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ effective length divided by n minus 1 into 3 plus ineffective length. Okay. ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ലെങ്ത് ഓഫ് മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഈ മാസ്റ്റർ ലീഫുമായിട്ടൊരു ഐ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു, ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർമ്മയില്ലേ? മാസ്റ്റർ ലീഫ് ഒന്ന് ഇവിടെ രണ്ട് ബോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐ ഉണ്ടല്ലോ.
കാണുന്നില്ല, ഫിഗർ ഇട്ടിട്ടുണ്ടോ? മാസ്റ്റർ ലീഫിൻ്റെ അകത്ത് ഇവിടെ ഒരു ഐ കൂടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ലീഫിൻ്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഈ ഇഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കൂടെ എന്ത് കൂടി വരും? ഈ ഐയുടെ ആ ലെങ്ത് കൂടി നമ്മൾ കാൽക്കുലേഷനിൽ ഉൾക്കൊള്ളിക്കണം. വരുന്ന സമയത്ത് master leafന്റെ length will become 2L1 plus pi into t plus t 2i ഉണ്ട് into 2. This will be the length of master leaf. t എന്ന് പറയുന്നത് ഐയുടെ ഡയമീറ്ററും t എന്ന് പറയുന്നത് അതിന്റെ thickness ആണ്. ക്ലിയർ? ഇതുവരെയുള്ള ക്ലിയർ ആണോ? Yes, sir. ആയി പോയിട്ട്